ഇന്ന് നമുക്കൊരു ചിക്കൻ റെസിപ്പി കണ്ടു നോക്കിയാലോ. ചപ്പാത്തി, പൊറാട്ട, ഗീ റൈസ് അതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ മുഗളായിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോഴായിട്ട് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരു കിടിലൻ ആപ്പ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിൽ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇൻസ്റ്റാഗ്രാമിലായാലും ടിക്ടോക്കിലായാലും അതുപോലെ യൂട്യൂബിലായാലും ഏത് റേഷ്യോയിൽ വേണമെങ്കിലും വീഡിയോ ഒക്കെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു ഓപ്ഷനാണ് ക്രോമാക്കി. ഈ ക്രോമാക്കി യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് എക്സ്ട്രാ നമുക്ക് വേറെ അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല കിടിലൻ വീഡിയോസായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുള്ള ഓപ്ഷൻ ക്രോമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ അതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഗ്രീൻ സ്ക്രീനിൻ്റെ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാ നമുക്ക് സെലക്ട് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കിയിട്ട് ഒക്കെ നമുക്ക് കിടിലൻ വീഡിയോസ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നല്ല കിടിലൻ വീഡിയോസ് എക്സ്പോർട്ട് ചെയ്തിട്ട് എൻജോയ് ചെയ്യും. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. രണ്ടും കൂടെ ചതച്ചത് 1 ടീസ്പൂണാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതിലേക്ക് നെയ്യാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു പീസ് പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഇതുണ്ടെങ്കിൽ തക്കോലുണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ചെറിയ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മാക്സിമം ചെറുതാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ചെയ്തെടുത്താലും മതി. അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണേ. അപ്പോൾ ദാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത്രയും ആയാൽ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ ചേർക്കാം. എന്താണോ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ കൂടെയൊക്കെ ചേർക്കാമല്ലോ. പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് നമുക്ക് വലിയ ജീരകം പൊടിച്ചത്, പെരുംജീരകമല്ല, അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് ഗരം മസാല കൂടെയാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും ഈ ഒരു മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. കുറച്ച് സമയം ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് നമുക്ക് കൈ വിട്ടൊക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ആ ഒരു സമയം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തൈരും അതിലേക്കൊരു 10 മുതൽ 15 വരെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത കട്ടത്തൈര് കിട്ടുന്നുണ്ടെങ്കിൽ അതാവും ഒന്നുകൂടെ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 1/2 കപ്പ് തൈര് എടുത്താൽ മതി. അതിലേക്ക് 10-15 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ചിക്കനിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതായത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ കിടന്നിട്ട് കുറച്ച് സമയം ആകുമ്പോഴേക്ക് ചിക്കനൊക്കെ ഏകദേശം പകുതിയോളം കുക്കായിട്ട് വരും. അതിന് ശേഷമൊക്കെയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചാണ് 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിൻ്റെ ലിഡൊന്ന് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ കണ്ടോ സൈഡിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അത്രയും ആകുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ചിക്കനൊക്കെ പകുതിയോളം കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഈ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു വലിയൊരു ഗ്ലാസ്സിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കട്ടോ. ഈ വെള്ളത്തിലേക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കരുത്. നമ്മളിത് വറ്റിച്ചെടുത്ത് ഗ്രേവി രീതിയിലാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് ചേർക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം, ഒരു മീഡിയത്തിൻ്റെ ഹൈയുടെ ഇടയിലായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിരുന്ന ചിക്കൻ കുക്കാവുകയും വേണം. ആ രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഞാൻ കുറച്ചൊരു ഗ്രേവിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടെ ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. തക്കാളിയൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല അല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്